ബഹിരാകാശ പര്യവേക്ഷണത്തിന്റെ ആദ്യ നാളുകളിൽ മനുഷ്യ ശരീരത്തിൽ ദീർഘനേരം ഭാരക്കുറവ് ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് ശാസ്ത്രജ്ഞർ ആശങ്കകുലരായിരുന്നു. ഗുരുത്വാകർഷണ ബലമില്ലാതെ മനുഷ്യർക്ക് ദീർഘകാലം അതിജീവിക്കാൻ കഴിയുമോ എന്നായിരുന്നു ചില വിദഗ്ധരുടെ സംശയം. ഈ ആശങ്കകൾ പരിഹരിക്കുന്നതിനായി അമേരിക്കൻ, റഷ്യൻ ശാസ്ത്രജ്ഞർ മൃഗപരീക്ഷണങ്ങളിലേക്ക് തിരിഞ്ഞു. ഭാരമില്ലായ്മ ജീവജാലങ്ങളിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് പഠിക്കാൻ ശാസ്ത്രജ്ഞർ മൃഗങ്ങളെയും മറ്റ് ജീവികളെയും ബഹിരാകാശത്തേക്ക് അയച്ചിരുന്നു. ഭൂമിയെ ഭ്രമണം ചെയ്ത ആദ്യത്തെ മൃഗമായിരുന്നു സോവിയറ്റ് നായയായ ലൈക്ക. ബെൽക്കയും സ്ട്രെൽക്കയുമായിരുന്നു സുരക്ഷിതമായി തിരിച്ചെത്തിയ ആദ്യത്തെ മൃഗങ്ങൾ. നാസയുടെ ബഹിരാകാശത്തെ മൃഗങ്ങളുടെ ചരിത്രം അനുസരിച്ച് 1940കളിലും 1950കളിലുമാണ് ആദ്യത്തെ മൃഗങ്ങളെ ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ചത്. യാത്രയുടെ സാധ്യത വിലയിരുത്തുന്നതിനും അവയുടെ സുരക്ഷിതമായ തിരിച്ചുവരവ് ഉറപ്പാക്കുന്നതിനും ശാസ്ത്രജ്ഞർ കുരങ്ങുകൾ, ചിമ്പാൻസികൾ, നായ്ക്കൾ എന്നിവയെ ബഹിരാകാശത്തേക്ക് അയച്ചു. കാലക്രമേണ എലികൾ, ആമകൾ, പ്രാണികൾ എന്നിവയും ഉപയോഗിച്ചു. ഓരോന്നും പുതിയ ശാസ്ത്രീയ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ സഹായിക്കുന്നതായിരുന്നു. നായകൾ. ബഹിരാകാശത്തേക്ക് സഞ്ചരിച്ച മൃഗങ്ങളിൽ ഏറ്റവും കൂടുതലായി അറിയപ്പെടുന്നത് ലൈക്ക എന്ന നായയാണ്. 1957ൽ മോസ്കോയിൽ നിന്നുള്ള ഈ തെരുവ് നായ ഭൂമിയെ ചുറ്റുന്ന ആദ്യത്തെ മൃഗമായി മാറി. ലൈക്കയുടെ ദൗത്യം ബഹിരാകാശ പര്യവേക്ഷണത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ല് അടയാളപ്പെടുത്തി. ലൈക്ക യാത്രയിൽ നിന്ന് രക്ഷപ്പെട്ടില്ലെങ്കിലും അവളുടെ ത്യാഗം ബഹിരാകാശ യാത്രയിലെ പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നൽകി. 1960ൽ സോവിയറ്റ് ബഹിരാകാശ നായ്ക്കളായിരുന്ന ബെൽക്കയും സ്ട്രെൽക്കയും ഭൂമിയെ ഭ്രമണം ചെയ്ത് സുരക്ഷിതമായി തിരിച്ചെത്തിയ ആദ്യത്തെ മൃഗങ്ങളായിരുന്നു. അവരുടെ വിജയകരമായ ദൗത്യം ബഹിരാകാശ പര്യവേക്ഷണത്തിൽ ഒരു പ്രധാന വഴിത്തിരിവ് തന്നെയായിരുന്നു. കുരങ്ങുകൾ. കുരങ്ങുകളും ബഹിരാകാശത്തേക്ക് സഞ്ചരിച്ച മൃഗങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. 1948ൽ ഒരു റീസസ് മക്കാക്കായ ആൽബർട്ട് സെക്കൻഡ് ബഹിരാകാശത്തെ ആദ്യത്തെ പ്രൈമേറ്റായി. US വിക്ഷേപിച്ച ആൽബർട്ട് സെക്കൻഡ് വഹിച്ച വിമാനം 83 മൈൽ ഉയരത്തിലെത്തി. ആൽബർട്ട് സെക്കൻഡ് വഹിച്ച V2 റോക്കറ്റ് ബഹിരാകാശ പര്യവേക്ഷണത്തിലും ജീവജാലങ്ങളിൽ ബഹിരാകാശ യാത്രയുടെ ഫലങ്ങളെക്കുറിച്ചുള്ള പഠനത്തിലും ഒരു സുപ്രധാന നാഴികക്കല്ലായിരുന്നു. നിർഭാഗ്യവശാൽ ആൽബർട്ട് സെക്കൻഡ് പറക്കലിനെ അതിജീവിച്ചില്ല. പാരച്യൂട്ട് സിസ്റ്റത്തിന്റെ പരാജയം കാരണം ആൽബർട്ട് സെക്കൻഡ് മരിക്കുകയായിരുന്നു. 1961ൽ മെർക്കുറി റെഡ്സ്റ്റോൺ റോക്കറ്റിൽ വിക്ഷേപിച്ച ചിമ്പാൻസിയായ ഹാമിന്റെ ഉപഭ്രമണപഥ പറക്കൽ 16.5 മിനിറ്റ് നീണ്ടു നിന്നിരുന്നു. അതിൽ 6.6 മിനിറ്റ് ഭാരമില്ലായ്മയും ഉൾപ്പെടുന്നുണ്ട്. സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഹാം മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും സുരക്ഷിതമായി തിരിച്ചുവരികയും ചെയ്തു. 1962ൽ ഭൂമിയെ ചുറ്റുന്ന ആദ്യത്തെ പ്രൈമേറ്റായി എനോസ് എന്ന ചിമ്പാൻസി മാറി. മെർക്കുറി പ്രോഗ്രാമിന്റെ ഭാഗമായി വിക്ഷേപിക്കപ്പെട്ട എനോസിന്റെ ദൗത്യം ഭ്രമണപഥ ബഹിരാകാശ പറക്കലിന്റെ സാധ്യത തെളിയിച്ചു. 1958ൽ ഗോർഡോ എന്ന അണ്ണാൻ കുരങ്ങ് ഒരു ജൂപ്പിറ്റർ റോക്കറ്റിൽ ഒരു യാത്ര ആരംഭിച്ചു. 600 മൈൽ ഉയരത്തിലെത്തിയ ഗോർഡോയുടെ പറക്കൽ ബഹിരാകാശ പര്യവേക്ഷണത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായി അടയാളപ്പെടുത്തി. എന്നാൽ ഒരു ഉപകരണം തകരാറിലായതോടെ അതിന് ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു. ഗോർഡോയുടെ ശ്വസന, ഹൃദയമിടിപ്പ് മോണിറ്ററുകളിൽ നിന്നുള്ള സിഗ്നലുകൾ വിശകലനം ചെയ്ത് മനുഷ്യർക്ക് സമാനമായ ബഹിരാകാശ യാത്രാ സാഹചര്യങ്ങളെ നേരിടാൻ കഴിയുമെന്ന നിഗമനത്തിലെത്തി. ചിലന്തികൾ. 1973ൽ 2 യൂറോപ്യൻ ഗാർഡൻ ചിലന്തികളെ ബഹിരാകാശത്തേക്ക് അയച്ചുകൊണ്ട് വല കെട്ടുന്നതിൽ 0 ഗുരുത്വാകർഷണത്തിന്റെ സ്വാധീനം പഠിച്ചിരുന്നു. സൂക്ഷ്മ ഗുരുത്വാകർഷണ പരിതസ്ഥിതികളുമായി പൊരുത്തപ്പെടാനുള്ള ചിലന്തിയുടെ കഴിവിനെ കുറിച്ച് പഠിക്കുന്നത് ജീവജാലങ്ങളിൽ ബഹിരാകാശ യാത്രയുടെ അനന്തരഫലങ്ങളെ കുറിച്ച് വിലപ്പെട്ട വിവരങ്ങൾ നൽകി. ഉരകങ്ങളും ഉഭയജീവികളും. 1968ൽ 2 റഷ്യൻ ആമകൾ വീഞ്ഞീച്ചുകളെയും മീൽപ്പുഴുക്കളെയും ഉപയോഗിച്ച് ചന്ദ്രനെ ചുറ്റുകയും ചന്ദ്രനെ ചുറ്റുന്ന ആദ്യത്തെ മൃഗങ്ങളായി മാറുകയും ചെയ്തു. ആമകൾ യാത്രയെ അതിജീവിക്കുകയും അവ ബഹിരാകാശ യാത്ര ജീവജാലങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് വിലപ്പെട്ട വിവരങ്ങൾ നൽകുകയും ചെയ്തു. തവളകൾ. മൈക്രോഗ്രാവിറ്റി പരിതസ്ഥിതികളിലെ ചലനരോഗവും പൊരുത്തപ്പെടലുകളും പഠിക്കാൻ 1970ൽ തവളകളെ ചന്ദ്രനിലേക്ക് അയച്ചിരുന്നു. വിരകൾ. നെമറ്റോഡ് വിരകളെ കുറിച്ച് ബഹിരാകാശ ഗവേഷണം നടത്തിയിട്ടുണ്ട്. സൂക്ഷ്മ ഗുരുത്വാകർഷണം ഈ ജീവിവർഗത്തിന്റെ വികാസത്തിലും പെരുമാറ്റത്തിലും ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് നിരവധി നിഗമനങ്ങളിൽ എത്തിയിട്ടുണ്ട്. ജീവജാലങ്ങളിൽ ബഹിരാകാശ യാത്രയുടെ അനന്തരഫലങ്ങളിൽ ഈ ചെറുജീവികൾ ഗണ്യമായ സംഭാവനയാണ് നൽകിയിട്ടുള്ളത്. എലികൾ. 1959ൽ US ചാര ഉപഗ്രഹ ദൗത്യമായ ഡിസ്കവറർ 3ൽ 4 കറുത്ത എലികളെ വിക്ഷേപിച്ചിരുന്നു. നിർഭാഗ്യവശാൽ അജീനയുടെ മുകളിലെ ഘട്ടം തകരാറിലായതോടെ എലികൾ ചാവുകയും വാഹനം പസഫിക് സമുദ്രത്തിൽ ഇടിക്കുകയും ചെയ്തു.